അവസരങ്ങൾക്ക് അതിർവരമ്പുകളില്ലാത്ത നല്ല നല്ല കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയിട്ട് തന്റെ കോഴ്സിൽ ചേർത്തിയ ആളുകളെയൊക്കെ പഴിചാരി പഠിക്കാതിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ടൊരു രാജാവിന്റെ കഥയാണ്. രാജാവിന് ഏക പുത്രിയാണുള്ളത്. ആ പുത്രിയെ ഏറ്റവും നല്ല ഒരു യോദ്ധാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് രാജാവിന് ഒട്ടനവധി എൻക്വയറികൾ വരുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നും ഏറ്റവും നല്ല ആളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു മത്സരം നടത്താണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി നല്ല ആഴമുള്ള ഒരു കുളം കുത്തിയിട്ട് അതിൽ വിഷന്നു പൊരിഞ്ഞ കുറെ മുതലകളെ നിക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ട് മത്സരം ഒരു ഭാഗത്ത് നിന്ന് കുളത്തിലേക്ക് ചാടി മറുകര കയറണം. അങ്ങനെ എല്ലാവരെയും മത്സരത്തിനായിട്ട് കൊണ്ടുവരാണ്. രാജസന്നിധിയിൽ ഒരുപാട് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തിട്ട് രാജാവ് ഓരോരുത്തരെ ആ സ്ഥലത്തേക്ക് മത്സരത്തിന് വിളിക്കുന്നുണ്ട്. ഓരോരുത്തരായി വന്നിട്ട് കുളത്തിലേക്ക് നോക്കുന്ന സമയത്ത് വിശന്നു പൊരിഞ്ഞ മുതലകളെ കണ്ട് അവര് അതിലിറങ്ങിയാൽ ഉണ്ടാകുന്ന ആഘാതത്തെ ഓർത്ത് രാജ്ഞിയെയും അതുപോലെ തന്നെ അവിടുത്തെ സന്നാഹങ്ങളും ഒക്കെ മറന്ന് തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഓരോരുത്തർ വന്ന് വന്ന് കുറെ ആളുകള് തിരിഞ്ഞു പോകുന്നുണ്ട്. അതിനിടയിലാണ് വെള്ളത്തിൽ ഒരു വളരെ ദ്രുതഗതിയിലുള്ള ഒരു ചാട്ടവും കരകയറലും ഒക്കെ കാണുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കാണ്. അവനാണ് ഏറ്റവും മികച്ച യോദ്ധാവ്. അങ്ങനെ രാജ്യസന്നിധിയിൽ വളരെ വലിയ ഒരു പ്രോഗ്രാം ഒക്കെ ഒരുക്കിയിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ആ ചടങ്ങില് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയധികം വിശന്നു പൊരിഞ്ഞ മുതലകളുള്ള ഈ കുളത്തിൽ നിന്നും കര കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നാല് ഭാഗത്തേക്കും നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വിജയികളെ പ്രഖ്യാപിക്കലും സമ്മാനങ്ങൾ തരലും ഒക്കെ അവിടെ നിൽക്കട്ടെ, ആരാണ് എന്നെ ഇതിലേക്ക് തള്ളിയിട്ടത് എന്ന് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെയാണ് പലരുടെയും അവസ്ഥ. ഏറ്റവും നല്ല കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് നല്ല അവസരങ്ങളുള്ള ജോലിയിലേക്കുള്ള മാർഗങ്ങൾ കണ്ടിട്ട് അവിടേക്ക് ആരാണ് കൊണ്ടിട്ടത് എന്നൊക്കെ അന്വേഷിച്ച് അതിൻ്റെ ഭാവിയിലേക്കുള്ള പ്രയാണങ്ങളിൽ തുടരാതെ പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്.